അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു ബശറിൽ മസാനി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കഥറത അലയ്യ ഫഅഖ്ബിർനി ബിശൈഇൻ അത്തശബ്ബസു ബിഹി ഖാല ലാ യസാലു ലിസാനുക റത്ബും മിൻ ദിക്രില്ലാഹി തആല റവാഹു അത്തുർമുദിയു. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ദീനുൽ ഇസ്ലാം, അതിൻ്റെ മതനിയമങ്ങൾക്കാണ് ശരീഅത്ത് എന്ന് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികമായ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് സർവാത്മന അംഗീകരിച്ച് അള്ളാഹുവിൽ അർപ്പണം ചെയ്യുമ്പോഴാണ് നമ്മൾ മുസ്ലിമായി തീരുന്നത്, മുഅ്മിനായി മാറുന്നത്. ആ നിയമ സംഹിതകൾക്ക് എതിര് പ്രവർത്തിച്ചുകൂടാ എന്നുള്ളത് നിസ്തർക്കമാണ്. അതോടൊപ്പം തന്നെ തന്നിഷ്ടം നടപ്പിലാക്കാനോ മതത്തിൽ കൈകടത്താനോ ഒരാൾക്കും അധികാരമില്ല. അതൊരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു സംഘടന, ഒരു കുടുംബം, ഒരു മറ്റ് ഇതര മേഖലകളിലുള്ള കൂട്ടായ്മകൾ ഏതായിരുന്നാലും പാടില്ലാത്ത ഒരു സംഗതിയാണ് അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ ആയത്തിലൂടെ ശക്തമായ താക്കീത് നമുക്ക് നൽകുന്നുണ്ട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ പാടില്ലാത്തതാണ് ഇദാ ഖലല്ലാഹു വ റസൂലുഹു, അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ, അമ്രൻ ഇദാ ഖലല്ലാഹു റസൂലുഹു അമ്രൻ അയ്യകൂന ലഹുമുൽ ഖീറത്തു, ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവോ അവൻ്റെ റസൂലോ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയ്യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ ഒരു ഇഷ്ടാനുസരണം, തെരഞ്ഞെടുപ്പ് തനിക്ക് പറ്റിയതാണോ, അള്ളാഹുവിൻ്റെ നിയമവും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണെങ്കിൽ പോലും തനിക്കിപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അതല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ ഇഷ്ടം ഇങ്ങനെയാണ്, ഇതെന്തുകൊണ്ട് ചെയ്യുന്നില്ല, അത് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, കുടുംബത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ താടി വടിക്കുന്നു, അതല്ലെങ്കിൽ മറ്റു സുന്നത്തുകൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തുടങ്ങിയ ദുർന്യായങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളുണ്ടാവും. അവനവൻ്റെ ദീൻ, അവനവൻ ഇഷ്ടം, തന്നിഷ്ടം എന്നതിനാണ് പറയുക. അത് നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടാനിഷ്ടങ്ങളെയും കൽപ്പനകളെയും സുന്നത്തുകളെയും നിരാകരിച്ചുകൊണ്ട് ഒരു പുതിയ മാർഗം സ്വീകരിക്കുന്ന ആളുകളെ ഇന്ന് ധാരാളമായി കാണാൻ പറ്റും. വമൻ യഅസില്ലാഹ വറസൂലഹു, അത്തരം ആളുകൾക്കുള്ള താക്കീതാണ്. ആര് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്നുവോ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവർ വ്യക്തമായ വഴിപിഴവ് പിഴച്ചു പോയിട്ടുണ്ട്. എന്നാൽ ആ മത നിയമങ്ങൾ കാർക്കശ്യമാവുകയോ പ്രയാസമായി തീരുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഓരോ വിശ്വാസിയായ ഞാനും നിങ്ങളുമൊക്കെ നിരന്തരം റബ്ബിനോട് തേടേണ്ടുന്ന ഒരു ദുആയാണ് പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 286-ാമത്തെ ആയത്ത്, അവനർ റസൂല് കഴിഞ്ഞാൽ തൊട്ട് ശേഷമുള്ള അവസാനത്തെ ആയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകുന്ന ആ വചനങ്ങൾ ഇങ്ങനെയാണ്: റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന, അല്ലാഹുവേ, മുമ്പുണ്ടായിരുന്ന പൂർവ്വ സമുദായങ്ങൾക്ക് ചുമത്തിയതുപോലെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സാധ്യമല്ലാത്ത നിയമങ്ങൾ ഞങ്ങളുടെ മേൽ നീ ചുമത്തരുത് റബ്ബേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തത്, എടുത്താൽ പൊങ്ങാത്ത തലച്ചുമടുകളായി മതനിയമങ്ങൾ പ്രയാസം ഉണ്ടാക്കരുത് റബ്ബേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ് അതിൽ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രയാസമാവാത്ത രൂപത്തിൽ ദീൻ കൊണ്ട് നടക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മീൻപിടുത്തക്കാർ, അതുപോലെ തന്നെ മരപ്പണിക്കാർ, കല്ലാസിമാരൊക്കെ അവരവരുടെ ജോലിഭാരം അറിയാതിരിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ ചില ഐലസകൾ ഇങ്ങനെ പാടാറുണ്ട്. അതിൽ പല വചനങ്ങൾ അവർ സ്വയമായി ചേർക്കുന്നതും അപ്പോൾ കിട്ടുന്നതുമായ പല രീതികളും ഉണ്ടാകും. എന്നാൽ ഇതുപോലെയൊന്നും അല്ലെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതം എളുപ്പമായി ദുസ്സഹമായി കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒന്നാണ് ദീൻ എന്ന് പ്രയാസപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ എന്തു ചെയ്യണം? ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, ഇന്ന ശറാഇഅൽ ഇസ്ലാം, ഈ ഇസ്ലാമിൻ്റെ ശരീഅത്തുകളൊക്കെ ഖദ് കസുറത അലയ്യ,
എനിക്കൊരല്പം പ്രയാസമായി തോന്നുന്നുണ്ട്. ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി, അതുകൊണ്ട് എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, ഞാനത് മുറുകെ പിടിച്ചു കൊള്ളാം, അതനുസരിച്ച് എനിക്ക് മതം വളരെ ലളിതമായി പോകാൻ കഴിയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശമാണ് നമുക്കൊക്കെ സ്വീകരിക്കാവുന്ന ഒരു ഉപദേശം. ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാഹി തആല, നിന്റെ നാവ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നനവുള്ളതായിരിക്കുക, പച്ച പിടിച്ച നാവ്, ദിക്റിനാൽ പച്ച പിടിച്ച നാവ് നിനക്കുണ്ടായിരിക്കുമെങ്കിൽ നിന്റെ ദീനീയായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിനക്ക് എളുപ്പമായിരിക്കും, പ്രയാസമുണ്ടാവുകയില്ല. വളരെ ലളിതമായി ദീൻ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയുണ്ടാകുക. അതോടുകൂടി തന്നെ എന്താകുന്നു, പടച്ചവനും റബ്ബിനെ സംബന്ധിച്ചുള്ള ഭയമുണ്ടാകുന്നു, അവൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ നമുക്ക് പ്രചോദനമായി തീരുന്നു, അതൊരു പ്രയാസമായി തീരാത്ത അവസ്ഥയിൽ നമുക്കത് കൊണ്ടു നടക്കാൻ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു അന്തരീക്ഷത്തിൽ നമുക്കും ദീൻ വളരെ ലളിതമായി സുന്ദരമായി കൊണ്ടുനടക്കാൻ ഉതകുന്ന ദിക്റുകളും ഔറാദുകളിലും നിരതമാകുന്ന നാവിൻ്റെ ഉടമകളായി തീരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അഫ്ദൽ ദിക്ർ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധങ്ങളും അനർത്ഥവും തെറ്റും കുറ്റവും ചെറുതും വലുതുമായ പാപങ്ങളും അള്ളാഹു ഇരു ലോകത്തും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൻ്റെ റിസ്കിൻ്റെ മഈശത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.